ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായി ബീഫ് പിക്കിൾ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീഫ് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ബീഫ് ഫ്രിഡ്ജിലായിരുന്നു. രാവിലെ എടുത്ത് വെച്ചാൽ വല്ല ചീത്തയായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴാണ് ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചതൊക്കെ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ബീഫിലേക്ക് ചൂടുവെള്ളവും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വിട്ട് പോരുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. പക്ഷെ അത് സക്സസ് ആണ് കേട്ടോ. ഞാൻ ചെയ്തിട്ട് അത് വരുന്നുണ്ടായിരുന്നു. പിന്നെ ബീഫ് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൗഫൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ബീഫൊക്കെ അതിന് വിടിയിപ്പിച്ചതൊക്കെ തരാനായിട്ട് നൗഫലാണ് ഹെൽപ്പൊക്കെ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ബീഫിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ വിനാഗിരി ഉണ്ടായിരുന്നില്ല. നൗഫൽ പോയി വിനാഗിരി വാങ്ങിച്ചിട്ട് വന്നു. അത്രയും ചെയ്ത് തന്നിട്ട് നൗഫൽ പോയി സൈഡായിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്ത് നൗഫൽ ടി വി കണ്ടുകൊണ്ടിരുന്നു ബിസ്ക്കറ്റും ചായയൊക്കെ കുടിക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സാധാ ഓയിലാണ് ഒഴിക്കുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ സാധാ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അധികം ബീഫൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച 2-3 ദിവസമായിട്ട് നിൽക്കുമെന്നാണ്. പക്ഷേ ഫുഡിൻ്റെ ഒപ്പം കഴിച്ചു, അല്ലാണ്ട് ഞങ്ങൾ ചുമ്മാ പറക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.